ഞാൻ എവിടെ ദൈവത്തിൻ്റെ വചനവുമായി എഴുന്നേറ്റാലും മുൻകരുതി കൂട്ടി ഒരു കരുതലോടുകൂടെ വിഷയമൊക്കെ ഏകദേശമൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തോട് ഞാനൊരു ആലോചന ചോദിക്കും. കർത്താവേ, നിന്റെ ഹിതമാണോ? എന്താണ് സംസാരിക്കേണ്ടത്? എൻ്റെ ഹൃദയത്തിന് അതിനകത്ത് ഒരടയാളം തരണമേ, എൻ്റെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ കർത്താവ് തരുന്ന ആലോചനയാണ് സാധാരണ അറിയിക്കാറുള്ള. ദൈവത്തിന് സ്തോത്രം. 2008 ഞാൻ ഷിക്കാഗോയിൽ കടന്നു വരുന്ന സമയത്ത് ഒരു ശനിയാഴ്ച പകലൊരു ഉപവാസ പ്രാർത്ഥന. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ ക്ഷണിച്ചു. രാവിലെ 10 മണിക്ക് ഞാൻ ആ ചർച്ചിൽ ചെന്നു. വലിയൊരു ബിൽഡിങ്ങാണ്. ഞാനത് ആ ഹോളിനകത്ത് കയറി ചെന്നപ്പോൾ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആകെ കൂടി അന്നേരം വന്നത് ആ സഭയുടെ പാസ്റ്റർ അവിടെ ഉണ്ട്, ഗ്ലോബി എന്ന് പറയുന്നൊരു സഹോദരനുണ്ട്, വേറെ 2 സഹോദരിമാരുണ്ട്. ആമേൻ. വലിയൊരു ചർച്ചയാണ്. പായെല്ലാം നിരത്തി വിരിച്ചിട്ടുണ്ട്. ആ ദൈവദാസനും ഈ പറയപ്പെട്ടവരും മാത്രം അവിടെ ഉണ്ട്. 10 മണി സമയത്താണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഞാൻ ആ ദൈവദാസനെ കാണുന്നത് എൻ്റെ ഹൃദയത്തെ ഉരുക്കിക്കളയുന്ന ഒരു അനുഭവത്തോടു കൂടിയായിരുന്നു. ആ കർത്തൃദാസൻ ആ പുൾപിറ്റിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങി, അതെ, ആ പുൾപിറ്റിലോട്ട് ഒന്ന് ചാരി ഇരുന്നുകൊണ്ട് കാല് മുമ്പോട്ട് നീട്ടിവെച്ച് വലത്തുവശം ഡ്രമ്മും ഒക്കെ എടുത്തു വെച്ച് ഞാൻ ചെറുക കൊട്ടിക്കൊണ്ട് ഒരു പാട്ട് പാടുകയാണ്. തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകി ഇറങ്ങുന്നുണ്ട്. താൻ ആ പാട്ടിൽ ലയിച്ച് പാടുകയാണ്. ഞാൻ കടന്നു ചെന്നത് അല്ലെങ്കിൽ ഞാൻ തൻ്റെ അടുക്ക ചെന്നൊന്നും താൻ അന്നേരം ശ്രദ്ധിച്ചില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വലത്തുവശം നിന്നു. താൻ ഇങ്ങനെ ആ പാട്ട് പാടി 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 തൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് ഒഴുകി ഇറങ്ങുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അന്ന് പകൽ മെസ്സേജ് ഞാനായിരുന്നു. ആ മെസ്സേജ് ഞാൻ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞൊരു വലിയ ദൂത്, ശക്തമായൊരു ദൂത് ആ ദൈവഭക്തിനോട് പറഞ്ഞത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ആ ദൂത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ദാസനെ, വലിയൊരു കടഭാരത്തിന്റെ മുഖത്ത് താങ്കളായിരിക്കുന്നു. എങ്ങനെ ഇത് വിട്ടും എങ്ങനെ ഇതിന് പരിഹാരം കണ്ടെത്തുമെന്ന് വളരെ നീറിപ്പുകഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, 2 ആഴ്ചക്കുള്ളിൽ നീ ഭാരപ്പെടുത്തുന്ന ഈ കടഭാരത്തിൽ നിന്ന്, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഞാനതിന് പരിഹാരം തരും. അവൻ ഭാരപ്പെടരുത് എന്ന് ദൈവാത്മാവ് ശക്തമായൊരു ദൂത് പറഞ്ഞു. ആ മെസ്സേജ് എല്ലാം കഴിഞ്ഞു, ആശീർവാദവും കഴിഞ്ഞ ദൈവദാസൻ എഴുന്നേറ്റെന്ന് പറഞ്ഞ കാര്യം ഇതാണ്: പ്രിയമുള്ളവരെ, കഴിഞ്ഞ 3 ദിവസമായി സഭയായി നമ്മൾ ഉപവസിക്കുകയാണ്. നമ്മൾ ഉപവസിക്കുന്ന വിഷയം നമുക്കറിയാൻ ഈ കർത്താവിൻ്റെ ദാസൻ അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയത്തിന് മറുപടി തന്നു കഴിഞ്ഞു. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ചർച്ച് ബിൽഡിങ് ഇതിന് ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. ഇനി അത് എഴുതിക്കുവാനുള്ള കാലാവധി ഇനി 2 ആഴ്ച കൂടെ മാത്രമേ ഉള്ളൂ. 6 മാസത്തെ കാലാവധി വെച്ച് അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റ് ചെയ്താണ്. ഒരു വലിയ ചർച്ച് ബിൽഡിംഗ് ആണ്. പാസ്റ്റർ ജോവേ ലോസ്റ്റിന്റെ ചർച്ചാണ് അത്. ഇവർ വാങ്ങാനായി താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നു. കമ്മിറ്റിക്കാരെല്ലാം അതിൽ താല്പര്യം കാണിച്ചു. പക്ഷേ സഭയിൽപ്പെട്ട 2-3 കുടുംബങ്ങൾ ശക്തമായി എതിർത്ത് നിൽക്കുക. അവർ പറഞ്ഞു, ഈ ചർച്ച് വാങ്ങാൻ നമ്മളെ കൊണ്ട് ആസ്തിയില്ല, ആ സ്ഥാനത്തിന് എടുത്തു ചാടുന്ന അവര് അതേ മുന്നറിയിപ്പ് കൊടുത്തതാണ്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ കർത്താവിന്റെ ദാസനും സഭാ കമ്മിറ്റി മെമ്പേഴ്സും എല്ലാം കൂടെ ചേർന്ന് സഭയിൽപ്പെട്ട ശേഷമുള്ളവരുടെ പ്രോത്സാഹന നിമിത്തം അങ്ങനെ അഡ്വാൻസ് കൊടുത്തു. പക്ഷെ ഇനി ചർച്ച് അത് വാങ്ങണം. അത് വാങ്ങാൻ 2 ആഴ്ച മാത്രമേ ഉള്ളൂ. പണമൊന്നും ആയിട്ടില്ല. അതിന്റെ മുഖത്താണ് ഈ ദൈവദാസനും അതേ ഉപവാസം പ്രഖ്യാപിച്ച് ദൈവത്തിൽ ഇരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് ഇടപെട്ടു. 2 ആഴ്ചക്കുള്ളിൽ, 2 ആഴ്ച കൂടെ ഉള്ളൂ ആ കാലാവധി തീരുവാൻ. 2 ആഴ്ചക്കുള്ളിൽ ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, വഴിയൊരുക്കും. ഭാരപ്പെടലും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാനിടയായി. സ്തോത്രം. ആ കർത്താവിന്റെ ദാസൻ പാടിയ പാട്ട് അവിടെ വെച്ചാണ് എനിക്ക് കേൾക്കാനും എനിക്ക് മനസ്സിലാക്കാനും ഇടയായത്. പിന്നീട് യൂട്യൂബിൽ നിന്ന് ആ പാട്ട് ഞാൻ എഴുതി അത് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ഞാൻ കഴിഞ്ഞ പകൽ ഓർപ്പിച്ചു, ഞാൻ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ആമേൻ ഏകനായി ഇറങ്ങി വന്നു. വളരെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. സ്തോത്രം. എന്തൊരാവശ്യം വന്നാലും തിരുസൽ മുട്ടുമടക്കും, ദൈവത്തോട് നിലവിളിക്കും, കരയും. അങ്ങനെയാണ് കർത്താവ് ഇന്നുവരെയും കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസൻ, അതെ, ഞാൻ കയറി ചെന്നപ്പോൾ ആ ദൈവദാസൻ പാടിയ അടി ഇതാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. 1-2 അടികൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന
എന്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മാനിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മാനിയായവൻ. അടുത്തടി നാം ചേർന്ന് പാടാൻ പോകുന്നു. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. ആടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. മനോഭാരത്താലഞ്ഞ്, മനോവേദനയാൽ നിറഞ്ഞ്, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ, എന്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ, എന്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ, എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പാടിയത് ഞങ്ങളുടെ അനുഭവമാണ്. കർത്താവ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവമേ നീ അവിടുന്ന് മുന്നമേ കണ്ട് ആകാശത്തിന്റെ കിളിവാതിൽ ഞങ്ങൾക്കായി തുറന്ന് സമൃദ്ധി വരുവോളം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുണ്ട്. മനോഭാരത്താൽ നീറിപ്പുകയുന്ന സ്ഥാനത്ത്, മനോവേദനയാൽ വലയുന്ന സ്ഥാനത്ത്, മനമുരുകി കരയുന്ന സ്ഥാനത്ത് കർത്താവേ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നു. നിന്റെ ദൈവമായ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങളെ നടത്തുന്ന എല്ലാം നിന്റെ കൃപകൾക്കായി സ്തോത്രം. നീയോടെ നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് കാണേണ്ടത് അങ്ങയുടെ പൊന്നുമുഖമാണ്, ഞങ്ങൾക്ക് കേൾക്കണം അങ്ങയുടെ ഇമ്പമായ ശബ്ദമാണ്, ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടത് ആ തൃക്കരത്തിന്റെ സ്പർശനമാണ്. ഇന്ന് രാത്രി കടന്നു വന്നവരെല്ലാവരും സ്വർഗം പാലിക്കും. അടിനെ അവിടുന്ന് ബലപ്പെടുത്തണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം, ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ കർത്താവിന്റെ ദാസ് എന്ന് പറഞ്ഞ പാസ്റ്റർ മാത്യു അവറുകളാണ്. IPC ചർച്ചയുടെ പാസ്റ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനായി പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു വചനമാണ് ഈ രാത്രി ഞാൻ എടുക്കുവാനായി ആഗ്രഹിക്കുന്നത്.
ഒരു വിഷയമെടുത്ത് സീരിയസ് ആയി പഠിക്കുവാൻ നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒട്ടനവധി അനുഗ്രഹിക്കപ്പെട്ട വിഷയങ്ങൾ നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കർത്താവിന്റെ മടങ്ങിവരവും ആനുകാലിക സംഭവങ്ങൾ എന്ന വിഷയം അത് പരമ്പരയായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങോട്ടൊന്നും കടക്കുവാൻ സമയമില്ല. തിരുവചന അടിസ്ഥാനത്തിൽ തിരുസഭ എന്ന വിഷയം അത് പരമ്പരയായി പഠിക്കേണ്ട വിഷയമാണ്. അങ്ങോട്ടൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ മാനസാന്തരം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നു. ദൈവമക്കളായാലും അല്ലാത്തവരായാലും എല്ലാവരുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുമായ ഒരു അനുഭവമാണ് യഥാർത്ഥ മാനസാന്തരം, ട്രൂ റിപ്പന്റൻസ്, യഥാർത്ഥ മാനസാന്തരം. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് അതേ നാം ഒരുമിച്ച് പഠിക്കുവാനും ധ്യാനിക്കുവാനും ആഗ്രഹിക്കുന്നു. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 3 to 5. 3 മുതൽ. യെസ്. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. മതി. നിക്കോദിമസിനോട് കർത്താവ് നൽകുന്ന മറുപടിയാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. ഒത്തിരി കാര്യങ്ങളിൽ നല്ല അറിവ് നേടിയിട്ടുള്ള നിക്കോദിമോസ് അക്കാലത്തെ യഹൂദന്മാരുടെ ഇടയിൽ പ്രമാണി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തി, അറിവ് സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ന്യായശാസ്ത്രി, നല്ല റബി. അന്നത്തെ റബിമാരുടെ ഇടയില് അവരുടെ പ്രൊഫസർ, അവരുടെ പ്രിൻസിപ്പൽ എന്ന് വേണേ പറയാം. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എല്ലാം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യൻ. ഇതാ യേശുവിന്റെ അടുക്കൽ ഒരകലെ വന്നു നിന്നുകൊണ്ട് അപ്പോൾ തന്നെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിയുവാനുള്ള ആഗ്രഹത്തോടുകൂടെ വന്നു നിന്നുകൊണ്ട് യേശു കർത്താവിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതായി നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഊഹിക്കാം. അവിടെ എഴുതിയിട്ടില്ല, നമുക്ക് ഊഹിക്കാം. ആ ചോദ്യം ഇങ്ങനെയാണ്: കർത്താവേ, ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. അതിന് മറുപടിയായിട്ട് കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം ആർക്കും കാണാൻ കഴിയില്ല. ഈ ന്യായശാസ്ത്രക്ക് പെട്ടെന്ന് തോന്നിയ ചിന്ത ഇതാണ്: പുതുതായി ജനിക്കുക. അതെങ്ങനെയാ? മരിച്ചുമാൻ പറഞ്ഞു പോയി എന്റെ പെറ്റതള്ള എഴുന്നേൽപ്പിച്ച് ഇനി അതിൽ കൂടെ ഒരു ജനനമോ? കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യനാണ്, പക്ഷെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. ദൈവരാജ്യത്തിൽ കടക്കേണ്ട വഴി എന്ത്, ഏത്, അതിന്റെ എക്സിറ്റ് ഏതെന്ന് ഈ മനുഷ്യൻ ഇന്ന് വരെ അറിഞ്ഞുകൂടാ. ന്യായപ്രമാണം സംബന്ധിച്ച് പഠിച്ച് മനഃപ്പാഠമാക്കിയിരിക്കുന്ന വ്യക്തിയാണ്. റബിമാരുടെ അത് ലേണിംഗ് പ്രോസസ് അങ്ങനെയാണ്. റബിമാര് സാധാരണ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തുടങ്ങുമ്പോൾ നോട്ട്ബുക്കോ പേനയോ പെൻസിലോ ഒന്നും അവർ ഉപയോഗിക്കാറില്ല. റബി അതേ ഉരുവിട്ട് കൊടുക്കുന്ന വചനം ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾ അന്നേരം മനഃപ്പാഠമാക്കിക്കൊള്ളണം. അങ്ങനെ പഠിച്ച് കയറി വന്ന, അതുപോലെ ദൈവനം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല റബി. സ്തോത്രം. തിരുവചനത്തിന്റെ ആദ്യത്തെ വാക്യമായി ബർഷിത് ബാറ എല്ലോഹിം ഭാഷമായി വാരസ്, ഞാൻ പറഞ്ഞത് അന്യഭാഷയല്ല, 31:1 പ്രായഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്